ബൈ ഗ്രേസ് എന്ന സാമൂഹിക സേവന സംഘടനയുമായി കൈകോർത്ത ഫോമ സൗത്ത് ഈസ്റ്റ് റീജിയൻ ബിഷപ്പിനെതിരെ കരുണയുടെ കരങ്ങൾ നീട്ടി. 50-ലധികം ഫോമ പ്രവർത്തകർ സ്വമേധയാ പങ്കെടുത്ത ഈ സംരംഭത്തിൽ സംഘടനയുടെ സാമ്പത്തിക സഹായവും ചേർന്നു. ഭക്ഷണം എന്ന അടിസ്ഥാന ആവശ്യത്തിനായി പോരാടുന്ന കുടുംബങ്ങളിലേക്ക് പ്രതീക്ഷയുടെ വെളിച്ചമെത്തിക്കാൻ ഈ പ്രവർത്തനത്തിന് സാധിച്ചു. ഒരു പ്രവാസി സംഘടന സ്വന്തം സമൂഹത്തിനപ്പുറം പ്രാദേശിക സമൂഹത്തോടും ഉത്തരവാദിത്വം കാണിക്കുന്നതിന്റെ മികച്ച ഉദാഹരണമായിരുന്നു ഇത്. 2025 ജനുവരി 7 അറ്റ്ലാന്റയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് ജനറലുമായുള്ള കൂടിക്കാഴ്ച മറ്റൊരു സുപ്രധാന നാഴികക്കല്ലായി. ഇന്ത്യൻ വംശജരുടെ സാമൂഹികവും സാംസ്കാരികവുമായ വളർച്ചയ്ക്ക് ഫോമ സൗത്ത് ഈസ്റ്റ് റീജിയൻ എപ്പോഴും പങ്കാളിയാകുമെന്ന് സംഘടനാ നേതൃത്വം ഉറപ്പു നൽകി. ഇന്ത്യൻ പാരമ്പര്യവും അമേരിക്കൻ സമൂഹ ജീവിതവും കോർത്തിണക്കുന്ന സംഘടന എന്ന നിലയിൽ ഫോമയുടെ പ്രതിബദ്ധത ഈ കൂടിക്കാഴ്ചയിൽ പ്രകടമായി. 2025 ഫെബ്രുവരി 22 നടന്ന ഫോമ സൗത്ത് ഈസ്റ്റ് റീജിയന്റെ ഔദ്യോഗിക ഇനോഗ്രേഷൻ ചടങ്ങ് അംഗങ്ങൾ ഇന്നും ആവേശത്തോടെ ഓർക്കുന്നു. ഫോർസിത്ത് കൗണ്ടി കമ്മീഷണറും ചെയർമാനുമായ ആൽഫ്രഡ് ജോണും ഫോമ പ്രസിഡന്റ് ബേബി മാനക്കുന്നിയിലും സാന്നിധ്യം കൊണ്ട് ചടങ്ങിനെ അനുഗ്രഹിച്ചു. കേരളത്തിന്റെ തനതായ ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന ഫ്ലാഗ് പ്രൊസഷൻ വിവിധ റീജിയനുകളുടെ പങ്കാളിത്തം റിഫ്ലക്ഷൻ ഈവന്റ് സ്പേസിനെ ഒരു ചെറിയ കേരളമാക്കി മാറ്റി. സെക്രട്ടറി ഉഷാ പ്രസാദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ചടങ്ങിൽ ചെയർമാൻ ജെയിംസ് കല്ലറക്കാനയിൽ സ്വാഗതമരുളുകയും റീജിയണൽ വൈസ് പ്രസിഡന്റ് പ്രകാശ് ജോസഫ് ഫോമ സൗത്ത് ഈസ്റ്റിന്റെ ഭാവി കാഴ്ചപ്പാട് അവതരിപ്പിക്കുകയും ചെയ്തു. നാഷണൽ കമ്മിറ്റി അംഗങ്ങളായ കാജൽ സക്രിയയുടെയും ബബ്ലു ചാക്കോയുടെയും സന്ദേശങ്ങൾ സംഘടനയുടെ പ്രവർത്തന ധാർമ്മികതയും കൂട്ടായ്മയുടെ ശക്തിയും ഊന്നിപ്പറഞ്ഞു. 300-ലധികം ആളുകൾ പങ്കെടുത്ത ആഘോഷരാവ് സംഗീതവും സൗഹൃദവും പങ്കുവച്ച ഒരു കുടുംബ സംഗമമായി മാറുകയായിരുന്നു. സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കാനുള്ള പ്രതിബദ്ധതയുടെ പ്രതീകമായിരുന്നു ഫോമ സൗത്ത് ഈസ്റ്റിന്റെ ഓണാഘോഷം. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മലയാളികളെ ഒരുമിപ്പിച്ച് നടത്തിയ ഈ ആഘോഷത്തിൽ വിഭവസമൃദ്ധമായ ഓണസദ്യയും കലാപരിപാടികളും പങ്കാളിത്തത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിച്ചു. പ്രവാസ ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിലും കേരളത്തിന്റെ മണ്ണിന്റെ മണം ഹൃദയങ്ങളിൽ സൂക്ഷിക്കുന്ന ഒരു തലമുറയെ ഈ ആഘോഷം വീണ്ടും ഒന്നിപ്പിച്ചു. ഫോമ സൗത്ത് ഈസ്റ്റ് റീജിയൻ വിമൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നവംബർ 14, 2025 ലേഡീസ് നൈറ്റ് നടത്തുകയുണ്ടായി. വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാൻ നന്നേ ബുദ്ധിമുട്ടിയിരുന്ന 3 കുട്ടികൾക്ക് അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ വേണ്ട സഹായം ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത് അഭിമാനകരമാണ്. 100-ലധികം ആളുകൾ ഈ പരിപാടിയിൽ നേരിട്ട് പങ്കെടുക്കുകയും നിരവധി പേർ ഓൺലൈൻ വഴിയും ലേഡീസ് നൈറ്റിന്റെ ഭാഗമായി. സഹായം ലഭിച്ച വിദ്യാർത്ഥിനികളിൽ 2 പേർ ഫൈനൽ ഇയർ നഴ്സിംഗ് പഠനം നടത്തുന്നവരും ഒരാൾ +2 വിദ്യാർത്ഥിനിയുമാണ്. ധനസഹായ തുക കൈമാറിയ നിമിഷം ഏറെ ഹൃദയസ്പർശവും വൈകാരികവുമായിരുന്നു. കേരളത്തിലെ കോട്ടയം ജില്ലയിലെ വിൻസർ കാസലിൽ നടന്ന ഫോമ കൺവെൻഷനിൽ വിമൻസ് ഫോറം ട്രഷററും സൗത്ത് ഈസ്റ്റ് റീജിയൻ പ്രതിനിധിയുമായ ശ്രീ ശ്രീജ ശശിധരൻ 3 വിദ്യാർത്ഥികൾക്കും നേരിട്ട് ചെക്കുകൾ കൈമാറി. എന്നാൽ ഫോമ സൗത്ത് ഈസ്റ്റിന്റെ ഈ 2 വർഷത്തെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും തിളക്കമുള്ള അധ്യായം ജീവകാരുണ്യ മേഖലയിലാണ്. കേരളത്തിലെ അർഹരായ നിർധന കുടുംബങ്ങൾക്കായി ആരംഭിച്ച ഭവന നിർമ്മാണ പദ്ധതി ഒരു വീടെന്ന ലക്ഷ്യത്തോടെയായിരുന്നു തുടക്കം. എന്നാൽ സമൂഹത്തിന്റെ പിന്തുണയും പ്രവർത്തകരുടെ തീവ്ര പരിശ്രമവും ചേർന്നപ്പോൾ ആ സ്വപ്നം 2 വീടുകളായി വളർന്നു. $10,000 സമാഹരിച്ച് 2 കുടുംബങ്ങൾക്ക് സുരക്ഷിതമായ ഭവനങ്ങൾ സമ്മാനിക്കാനുള്ള അവസരം ഫോമ സൗത്ത് ഈസ്റ്റ് സൃഷ്ടിച്ചു. ഡിസംബർ 28 നടന്ന ക്രിസ്മസ് ന്യൂ ഇയർ സംഗമം സംഘടനയുടെ വിജയത്തിന് പിന്നിലെ നിശബ്ദ പ്രവർത്തകരെ ആദരിക്കുന്ന വേദിയായി. വർഷം മുഴുവൻ പ്രവർത്തിച്ച അംഗങ്ങളെയും സന്നദ്ധ പ്രവർത്തകരെയും ഈ പരിപാടിയിൽ ആദരിക്കുകയുണ്ടായി. സംസ്കാരത്തെ സംരക്ഷിച്ചും ആവശ്യക്കാരുടെ കണ്ണീരൊപ്പിയും മുന്നേറിയ ഈ യാത്ര അഭിമാനത്തോടെ ഓർക്കപ്പെടും.